ഹലോ, നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയതായിട്ടൊരു ഇൻട്രഡക്ഷൻ ആണ് സൈബർ സെക്യൂരിറ്റീനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം ഈ സൈബർ സെക്യൂരിറ്റി എന്താണെന്നും അതിൽ വരുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ബ്രീഫായിട്ട് ഈ ഒരു കോഴ്സിലൂടെ എടുത്ത് പഠിക്കുന്നുണ്ടാവും. സോ ഇത് നിങ്ങൾക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഐ എം നോട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് മൈ ടൈം. നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു our new episode on cyber security. Okay, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുടച്ച് പറയാം. ദാറ്റ് ഈസ് അത് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസസ്, ലെറ്റ് ഇറ്റ് ബി എനി ഡിജിറ്റൽ ഡിവൈസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഫ്രം വാട്ട്, സൈബർ ത്രെറ്റ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നിട്ടുള്ളത്. So you can see from the site that cybersecurity is a practice of protecting digital devices, networks and sensitive data. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാവുന്നതാണ്, പല ഇപ്പോൾ വാട്സാപ്പ് വഴിയാവാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയാവാം, നമുക്കിപ്പം ചില അറിയാത്ത ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യരുത് എന്ന് പറയാറുണ്ട് അല്ലേ. വി വിൽ ടെൽ ദാറ്റ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മൊത്തത്തിൽ അടിച്ചു പോകും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ത്രെറ്റ് ഫോർ അവർ മൊബൈൽ ഫോൺസ്. സോ നമുക്കറിയാത്ത ലിങ്കുകളിലൊക്കെ വരുമ്പോൾ ഹാക്കേഴ്സ് നമ്മുടെ ഡേറ്റ, ആ മൊബൈലിലുള്ള ഡേറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേ ഓഫ് ഹാക്കിംഗ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രാക്ടീസ് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന അറ്റാക്സ് വരാൻ സാധ്യതകളുള്ള വഴികൾ ഏതാണെന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ജസ്റ്റ് എ ബ്രീഫ് അബൌട്ട് വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി. നെക്സ്റ്റ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ കിടക്കുന്നത്. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്കകത്ത് വരുന്നതാണ് എന്ത്, സൈബർ സെക്യൂരിറ്റി. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഈസ് ആക്ച്വലി ഇൻഫർമേഷൻ സെക്യൂരിറ്റി. പക്ഷെ എല്ലാ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റി അല്ല. ഓക്കെ, അപ്പം ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു പാർട്ട് മാത്രമാണ് എന്ത്, സൈബർ സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ഫീൽഡാണ്, ഒരു വലിയൊരു ഫീൽഡ് തന്നെയാണ്. അതിൽ പല ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ, ഡേറ്റാസിനെ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന പല രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻക്ലൂഡ്സ് സൈബർ സെക്യൂരിറ്റി. അത് നമുക്കിപ്പം പല രീതിയിൽ, ഇപ്പോൾ ഒരു ഫിസിക്കൽ ഫോമിലായാലും വെർച്വൽ ഫോമിലായാലും എങ്ങനെ ഇൻഫർമേഷൻ, ഒരു ഡേറ്റയെ നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് CIA ട്രെയിൻ. ഓക്കെ, ഇത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി കയറുന്ന ടൈമിൽ നിങ്ങൾ ഈസി ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് CIA എന്ന് പറയുന്നത്. ഓക്കെ, സോ CIA ഈസ് നത്തിങ് ബട്ട് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്നും ഇൻറ്റഗ്രിറ്റി എന്താണെന്നും അവൈലബിലിറ്റി എന്താണെന്നും നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ കരിയർ. ഓക്കെ, അപ്പം ഈ CIA എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പഠിക്കുന്നത്.